നമ്മളിന്ന് പറയാൻ പോകുന്ന വാസ്തുവിനെ കുറിച്ച് നമ്മുടെ വാസ്തുവിൻ്റെ ചാനലിൽ ഒരുപാട് പേര് കണ്ട് ഒരുപാട് അഭിപ്രായങ്ങൾ വാട്സാപ്പിലൂടെയും ഫോണിലൂടെയും അറിയിക്കുന്നുണ്ട് സുഹൃത്തുക്കൾ. ഒരുപാട് പേർക്ക് അത് ഗുണം ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കാരണം എല്ലാവർക്കും ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാസ്തു ചാനലിനെ കുറിച്ച് ചാനൽ തുടങ്ങാനും എല്ലാ സുഹൃത്തുക്കൾക്കും നന്മ വരാനും വേണ്ടിയിട്ടാണ്. സുഹൃത്തുക്കളെ, ഒരു വാസ്തു എന്ന് പറയുന്നത് ഒരു വീടിനെ മാത്രമായിട്ട് വാസ്തുവല്ല. നമ്മുടെ ഫ്ലാറ്റായാലും വ്യാപാര സ്ഥാപനങ്ങളായാലും അതുപോലെ ഫാക്ടറികൾ, ഇതിനെല്ലാം ഈ വാസ്തു ഒരു ഗുണങ്ങളും ദോഷങ്ങളും ചെയ്യുന്ന ഒരു ഇതാണ്. അത് കാരണം അതേപോലെ വിദ്യാലയങ്ങൾ, സ്കൂള്, അതിലൊക്കെ വാസ്തു കുറവുണ്ടെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് ഓരോന്നായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും അത് എത്തിക്കാനുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. സുഹൃത്തുക്കളെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പുതിയൊരു വീട് പണിയുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. പുതിയൊരു വീട് പണിയുമ്പോൾ ആദ്യം നമ്മൾ ഭൂമി പരിശോധിക്കണം. ഭൂമി പരിശോധിച്ചിട്ട് വേണം നമ്മൾ വീടിനെ കുറിച്ച് ചിന്തിക്കാൻ. ആദ്യം തന്നെ ഭൂമി തിരഞ്ഞെടുത്തിട്ട് ഭൂമിയുടെ 4 ദിക്കുകൾ, അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ 4 ദിക്കുകളും ഏത് ലെവലിൽ എന്തെല്ലാം ഉണ്ടെന്ന് ആദ്യം പരിശോധിക്കണം. എന്നിട്ട് വേണം നമ്മൾ വീടിന്റെ പ്ലാൻ തയ്യാറാക്കി ഏത് ദിശയിലേക്ക് വീട് പണിയണമെന്ന് ചിന്തിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു വീടൊക്കെ പണിയുമ്പോൾ ഒരു ഷെഡ് പണിയും. ആദ്യം തന്നെ സുഹൃത്തുക്കൾ ഷെഡ് പണിയും. നമ്മൾ സിമെന്റ് സാധനങ്ങൾ വെക്കാനായിട്ട് ഒരു ഷെഡ് പണിയും. ആ ഷെഡ് പണിയണത് ഓരോ ദിക്കിലേക്കും പണിയണ വീടിന്റെ ഓരോ ദിക്കിലാണ് ഇത് പണിയേണ്ടത്. അതായത് ഉച്ചസ്ഥാനത്ത്, അത് ആദ്യമേ ഉച്ചസ്ഥാനത്താണ് നമ്മൾ ആ ഷെഡ് പണിയണതെങ്കിൽ നമുക്ക് ആ വീട് പെട്ടെന്ന് പണി കഴിഞ്ഞ് താമസം കയറാനുള്ള ഒരു യോഗം നമുക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ചില ആൾക്കാർ ആദ്യം ഷെഡ് കൊണ്ട് പണിയും, നീചസ്ഥാനത്ത് ഷെഡ് കൊണ്ട് പണിയും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭൂമിയിലെ ആ ഷെഡ് മാത്രമേ നിലനിൽക്കുള്ളൂ. വീട് പണിയാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും, ഒരുപാട് താമസം നേരിടേണ്ടി വരും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. വളരെയേറെ ശ്രദ്ധിക്കണം. ഇതൊരു നല്ലൊരു വാസ്തു ശാസ്ത്രത്തിനാണെങ്കിൽ അത് കറക്റ്റായിട്ട് എല്ലാവരും സുഹൃത്തുക്കൾക്കും പറഞ്ഞു തരാനും അതുപോലെ ചെയ്യാനും സുഹൃത്തുക്കൾ തയ്യാറാവണം. അതാണ് ആദ്യമേ പറയേണ്ടത്. പിന്നെ ഈ വിദ്യാലയങ്ങളിലെ വാസ്തു എന്ന് പറയുന്നത്, ചില വിദ്യാലയങ്ങളിലെ കുട്ടികൾ തീരെ കുറവായിരിക്കും. കുറവ് മാത്രമല്ല, ഓരോ വർഷം ചെല്ലുന്തോറും കുട്ടികൾ കുറഞ്ഞു വരും. അത് വിദ്യാലയത്തിന്റെ, അതായത് കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കേണ്ട ഒരു ദിശകളുണ്ട്. അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ പോയിട്ടുണ്ട്, ഒരു വിദ്യാലയത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ഞാൻ ചോദിച്ചപ്പോൾ പറയേ, ഈ കുട്ടികളൊക്കെ ഏത് ദിശയിൽ നോക്കിയിട്ടാണ് പഠിക്കാനിരിക്കുന്നത്, ടീച്ചർമാരെ എങ്ങനെയാണ് ഇരിക്കാറെന്നൊക്കെ ചോദിച്ചപ്പോൾ, ഈ കുട്ടികൾ പടിഞ്ഞാട്ട് നോക്കിയിട്ടാണ് കുട്ടികളുടെ പഠന രീതി സെറ്റ് ചെയ്തിരിക്കുന്നത്. ടീച്ചറാണെങ്കിലോ കിഴക്കോട്ട് നോക്കി ടീച്ചർ ഇരിക്കും. അതാണ് അതിൻ്റെ സത്യത്തിൽ അങ്ങനെയല്ല വേണ്ടത് സുഹൃത്തുക്കളെ. കുട്ടികളെ കിഴക്കോട്ട് ദർശനമായി ഇരുത്തി പഠിപ്പിക്കുക. ടീച്ചർ പടിഞ്ഞാട്ട് നോക്കിക്കോട്ടെ, കുഴപ്പമില്ല. അതാണ് ശരിയായ പഠന രീതി. സൂര്യൻ ഉദിച്ചു വരുന്ന ദിക്കാണ് കിഴക്ക്. ആ കിഴക്ക് കുട്ടികൾ കിഴക്കോട്ട് ദർശനമായി ഇരുന്ന് കുട്ടികൾ പഠനത്തിൽ ഇരിക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് പഠന രീതികളിൽ മെച്ചപ്പെടാൻ പറ്റും. പിന്നെ സ്കൂളിലേക്ക് കുട്ടികൾ കൂടുതൽ എത്താൻ വളരെയേറെ സാധ്യതയുണ്ട്. സത്യത്തിൽ ഒരു ഭാഗത്തൊരു സ്കൂളുണ്ടെങ്കിൽ ആ ചുറ്റുഭാഗത്തുള്ള കുട്ടികൾ തന്നെ മതി ആ സ്കൂളിൽ നിന്ന് അറിയാൻ. പക്ഷെ സത്യത്തിൽ സ്കൂളിൻ്റെ അടുത്തുള്ള കുട്ടികളടക്കം ദൂരത്തുള്ള സ്കൂളിലേക്കാണ് പഠിക്കാൻ പോണത്. അങ്ങനെ ഒരു അവസ്ഥ വരും. വാസ്തുപരമായിട്ട് സ്കൂളുകൾ ഇതാക്കിയിട്ടില്ലെങ്കിൽ, ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ദോഷം കുട്ടികൾക്കല്ല, അതിൻ്റെ മെയിൻ ആരാണ്? ഹെഡ് ടീച്ചർ. അവർക്കും സ്കൂളിൻ്റെ മാനേജർക്കുമായിരിക്കും അതിൻ്റെ ദോഷങ്ങൾ. അത് പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും, അറിയാൻ പറ്റും. വളരെയേറെ ശ്രദ്ധിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്.